പിതൃക്കളുടെ ഒരു ദിവസമെന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷം. വർഷത്തിലൊരിക്കൽ അവർക്ക് തർപ്പണവും ശ്രാദ്ധവും നാം സമർപ്പിക്കുന്നു. അത് ആത്മാക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു കർമ്മമാണ്. അതില്ലാതാകുമ്പോൾ അവരുടെ അവസ്ഥ പ്രേതത്തിൽ നിന്നും പൈശാചികത്തിലേക്കായി മാറുകയും ചെയ്യും. അതൊരു ആത്മാവ് നേരിടേണ്ട ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ്. അതുപോലെ സംഭവിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാകുന്നതാണ്. അവരുടെ മോക്ഷവും നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെയും സന്തതിക്കും ഐശ്വര്യത്തിനും പാതയൊരുക്കുന്നു. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ വിജയിക്കുകയും സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുന്നത്. അവരെ വിശ്രമിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് മാത്രമാണ്. പിതൃക്കൾക്ക് അന്നമൂട്ടുക, പ്രാർത്ഥിക്കുക, അവരെ ഓർക്കുക. അവരുടെ അനുഗ്രഹം നമ്മെ വറ്റാതെ പിന്തുടരും. അങ്ങനെ നാം പിതൃക്കൾക്ക് പ്രിയങ്കരരായി മാറുന്നതാണ്. അവരുമായി ഒരു ആത്മബന്ധം നിലനിർത്തിയാൽ അവരും നമ്മെ കോപിക്കാതെ സംരക്ഷിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ശ്രാദ്ധം ശരീരവും മനസ്സും സമർപ്പിച്ച് ചെയ്യുന്ന ഒരു കർമ്മമാണ്. അത് ആചാരമല്ല, ഒരിക്കലും വെറുമൊരു അനുഷ്ഠാനമല്ല. ആത്മബന്ധങ്ങളുടെ അനന്തലോകങ്ങളിലേക്കുള്ള സന്ദേശമാണ്. പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായും ആത്മാർത്ഥതയോടെ അതിൽ ലയിക്കേണ്ടതാണ്. പൂർണ്ണമായ ശുദ്ധിയോടെ, ആകൃതിയല്ല ഭാവമാണ് മുഖ്യം. അന്നമൊരുക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും പൂജാസമയത്ത് ദീപം തെളിക്കുമ്പോഴും ആർക്കു വേണ്ടി നമ്മൾ ഈ കർമ്മം ചെയ്യുന്നു എന്ന ബോധ്യത്തിലിരിക്കുക. ഒരിക്കലൂണ് എന്ന പ്രാകൃത ചിന്ത ആധികാരികമായ ആന്തരിക സജ്ജതയ്ക്ക് അടയാളമാണ്. പുതിയ വസ്ത്രം ധരിച്ചും മനസ്സും ശുദ്ധിയാക്കി പിതൃക്കളുടെ സാന്നിധ്യം ചിന്തിച്ചുകൊണ്ട് അവർക്കായി അന്നമൊരുക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ഒരു ചോദ്യമുയരാം, എവിടെയാണ് കർമ്മം ചെയ്യേണ്ടത്? വീട്ടിലോ തിരുവല്ലത്തോ തിരുനെല്ലിയിലോ? ആചാര്യന്മാർ പറഞ്ഞത് അങ്ങനെയാണ്. എന്നാൽ പിതൃക്കൾക്ക് ഏറ്റവും സാന്ദ്രമായ അനുഭവമുണ്ടാകുന്നത് സ്വന്തം വീടുകളിൽ ചെയ്യുമ്പോഴാണ്. വീടെണ്ണിയിരിക്കുമ്പോൾ പോലും അവർക്ക് വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ ശബ്ദം ദേവതയുടെ സംഗീതം പോലെ കേൾക്കപ്പെടും. വീടും പരിസരവും ശുദ്ധമാക്കി മനസ്സുകൊണ്ട് പീഠം സങ്കൽപ്പിച്ച് ധൂമങ്ങളും പുഷ്പങ്ങളും അക്ഷതങ്ങളും കൊണ്ട് കർമ്മപദ്ധതികൾ മാനസികമായി വിഭാവനയോടെ നടപ്പാക്കുക. ഒരു വിടാതെ പ്രാർത്ഥിക്കുക. നമുക്ക് ഇഹലോക സൗഖ്യവും അവർക്ക് പരലോക ശാന്തിയും ലഭിക്കട്ടെ. അതിജീവനത്തിനല്ല, സങ്കല്പത്തിലാണ്. ചിട്ടവട്ടങ്ങൾക്കല്ല പ്രാധാന്യം, പ്രാർത്ഥനയ്ക്കാണ്, ആത്മബന്ധത്തിനാണ്. ഹൃദയത്തിൽ നിന്നും ഒരുകുന്ന ശ്രാദ്ധം പിതൃക്കളെ സന്തോഷിപ്പിക്കാതെ വിടില്ല. ശേഷിക്കുന്നത് ഒരേയൊരു പ്രാർത്ഥന: കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.